കോഴിക്കോട് കല്ലാച്ചിയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. പോലീസ് ലാത്തി വീശി. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? ഇപ്പോൾ ശാന്തമാണ് സംഭവസ്ഥലം. എന്നിരുന്നാൽ പോലും കേന്ദ്രസേന ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ഇവിടെയുണ്ട്. UDF പ്രധാനപ്പെട്ട ആരോപണം എന്നത് ഇരട്ട വോട്ടായിരുന്നു. എന്നാൽ ഇത് LDF പ്രവർത്തകർ ഇരട്ട വോട്ടിന് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്താണ് അതിൽ സംഭവമെന്ന് LDF പ്രവർത്തകരുടെ ഭാഗം നമുക്ക് ആദ്യം കേൾക്കാം. എന്താണ് സംഭവിച്ചത്? ഇരട്ട വോട്ട് എന്ന ആരോപണമാണല്ലോ ഇപ്പോൾ UDF ഉന്നയിക്കുന്നത്. ഇരട്ട വോട്ട് എന്ന ആരോപണം തികച്ചും തെറ്റാണ്. അവരുടെ സ്വന്തം വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വിദ്യാർത്ഥിയാണ്, നഴ്സിംഗിൽ പഠിക്കുന്ന വിദ്യാർത്ഥി പഠിപ്പ് മുടക്കി ഇവിടെ വന്നതാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരുടെ പൗരാവകാശമാണ് നിഷേധിച്ചിട്ടുള്ളത്. ഇവിടെ വോട്ട് രേഖകൾ സഹിതമാണ് അവർ ബൂത്തിൽ കയറിയത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രിസൈഡിങ് ഓഫീസറെ മാനിക്കാതെ പുറത്തുനിന്ന് തൊട്ടടുത്ത ബൂത്തിലൊക്കെയുള്ള ആളുകൾ കേന്ദ്രീകരിച്ച് കുറേ ക്രിമിനലുകൾ ഈ ബൂത്തിലേക്ക് കയറുകയാണ്. പ്രസിഡന്റ് കയറി അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി അനുവദിച്ചില്ല. വലിയ രീതിയിൽ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഞാനിന്ന് എവിടെയും വോട്ട് ചെയ്തിട്ടില്ല, എനിക്ക് എൻ്റെ അവകാശമാണ്, അത് വിനിയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ സമ്മതിക്കാത്തതിനെ തുടർന്ന് ആ കുട്ടി ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ, ഞങ്ങൾ ഏജൻറ്റുമാരൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ സംഭവത്തെ കുട്ടീനെയും കൂട്ടി വീണ്ടും വന്ന് ഈ വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴും ഇവർ സംഘടിതമായി വന്ന് വോട്ട് ചെയ്യൂല എന്ന ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രിസൈഡിംഗ് ഓഫീസർ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ഇവിടെ പോലീസും മറ്റു കാര്യങ്ങളും CA ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിച്ച ഈ ബൂത്തിനകത്ത് കള്ള വോട്ടാണെന്നെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി പരിശോധിക്കണം. അവരുടെ ഇവിടെ കൊണ്ടുവരുന്ന ID അവരുടെ കയ്യിലുണ്ട്. അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ ക്രമ നമ്പറുണ്ട്, പട്ടികയിൽ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് അത് തീരുമാനിക്കേണ്ടത് ഇത് യഥാർത്ഥ വോട്ടറാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പ്രിസൈഡിംഗ് ഓഫീസറാണ്. ഈ ബൂത്തിനകത്തില്ല. അവർക്ക് യാതൊരു പരിഗണനയും ഇവിടുത്തെ ലീഗിൻ്റെയും അതേപോലെ തന്നെ UDFൻ്റെയും പ്രവർത്തകർ അനുവദിച്ചില്ല. പകരം ഷൗട്ട് ചെയ്ത് വലിയ ഒച്ചപ്പാടാക്കി ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് ആ കുട്ടി ഭയപ്പെട്ടിട്ടുകൊണ്ടാണ് ലാസ്റ്റ് പിന്മാറിയത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട LDFന് പറയാനുള്ളത്. എന്താണ് UDF ആണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുകയും വോട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആ കുട്ടിയെ തടയുകയും എല്ലാം ചെയ്തത്. പിന്നീടാണ് ഇത് ആദ്യം വാക്കേറ്റത്തിലേക്കും പിന്നീട് കയ്യാങ്കളിയിലേക്കും പോലീസിന് ലാത്തി വീശേണ്ട ഒരു സാഹചര്യത്തിലേക്കും വന്നത്. എന്താണ് നിങ്ങളുടെ ആരോപണം? ജനാധിപത്യ വിരുദ്ധമായി ഡബിൾ വോട്ടും കള്ളവോട്ടും ചെയ്ത് പഞ്ചായത്ത് പിടിക്കാനുള്ള CPMൻ്റെ ശ്രമത്തെ ഞങ്ങൾ നേരത്തെ എതിർത്തിട്ടുണ്ട്. ഇപ്പോഴും അത് പോളിംഗ് ഏജന്റുമാർ പോളിംഗ് ബൂത്തിൽ വെച്ച് എതിർക്കുന്നു. അങ്ങനെ നാദാപുരം പഞ്ചായത്ത് പിടിക്കാൻ CPMനെ സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. ഞങ്ങൾ ഡബിൾ വോട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, കലക്ടർ കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ ഡബിൾ വോട്ടുണ്ട് അവരുടെ പ്രസൻറ്റ് അഡ്രസ്സിൽ വക്കീൽ നോട്ടീസും അയച്ചിട്ടുണ്ട്. ആ ആളുകൾ അവിടെയും വോട്ട് ചെയ്ത് നാദാപുരം പഞ്ചായത്തിന് വോട്ട് ചെയ്യാൻ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2ാം വാർഡിൽ ഞങ്ങൾ ചെയ്തത് ചോറോട് പഞ്ചായത്തിലെ 7ാം വാർഡിൽ 2ാം ഭാഗത്ത് ക്രമ നമ്പർ ഇരട്ട വോട്ട് എന്ന ആരോപണത്തിലാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്? അതെ, അവിടെ വോട്ട് ചെയ്ത ആളാണ്. അവിടെ വോട്ട് ചെയ്ത ആൾ ഇവിടെ വന്ന് വീണ്ടും വോട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഞങ്ങളത് ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് അവിടെ വോട്ടുണ്ട്, ഇവരിവിടെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ചലഞ്ച് വോട്ട് ഞങ്ങൾ തടസ്സപ്പെടുത്തിയില്ല, ചലഞ്ച് വോട്ടായിട്ട് ഞങ്ങൾ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞു നിങ്ങൾ ഇന്ന രീതിയിലുള്ള അഫിഡവിറ്റ് തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ സ്വമേധയെ ഇറങ്ങിപ്പോയി. ഞങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ കള്ള വോട്ടും ഇരട്ട വോട്ടും ഉപയോഗപ്പെടുത്തി പഞ്ചായത്ത് പിടിക്കാനുള്ള ശ്രമത്തെ തടയുകയാണ് ഞങ്ങൾ ചെയ്തത്. ഇതാണ് UDFന് പറയാനുള്ളത്. എന്ത് തന്നെയായാലും ഒരു വാക്കേറ്റം, കയ്യാങ്കളി, പിന്നീട് ലാത്തി വീശുന്ന ഒരു സാഹചര്യം, അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് പോലെ. കേന്ദ്രസേന ഉൾപ്പെടെ ഇനിയൊരു സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വലിയൊരു പോലീസ് സന്നാഹത്തെ ഈ പ്രദേശത്ത് ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. വിജയകുമാർ. കോഴിക്കോട് കല്ലാച്ചിയിലാണ് LDF UDF പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട തർക്കമാണ്. ഒടുവിൽ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.